സംസ്ഥാനത്തെ റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി. സെർവർ തകരാറിനെ തുടർന്നാണ് മസ്റ്ററിംഗ് തടസ്സപ്പെട്ടത്. ബയോമെട്രിക് ഒതന്റിഫിക്കേഷൻ നടക്കുന്നില്ല. മസ്റ്ററിംഗിന്റെ ഭാഗമായി ഇന്നു മുതൽ 3 ദിവസത്തേക്ക് റേഷൻ വിതരണവും നിർത്തിവച്ചിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VA ഗിരീഷ്, കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദ് ചേരുകയാണ്. ആദ്യം VA ഗിരീഷിലേക്ക്. ഗിരീഷ്, ഗുഡ് മോർണിംഗ് അഗെയിൻ. എന്തായാലും പല പ്രായത്തിലുള്ള ആൾക്കാർ ഈ മസ്റ്ററിങ്ങിന് വേണ്ടി ഇന്ന് റേഷൻ കടകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രായാധിക്യമുള്ള ഒരാൾ നമ്മുടെ കരീമിക്ക നമ്മളെ വിളിച്ച് പറയുകയും ചെയ്തു. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ഈ മസ്റ്ററിംഗ് ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. ഇതിൽ സെർവർ തകരാറാണ് പ്രധാന പ്രശ്നം എന്നുള്ളതാണ് ഇപ്പോൾ റേഷൻ വ്യാപാരികളും അതോടൊപ്പം തന്നെ ഭക്ഷ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരും നൽകുന്ന സൂചനകൾ. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും പോസ്റ്റ് മെഷീൻ മുഖാന്തരം അവരുടെ ആധാർ അപ്ഡേഷൻ നടത്തണം. ഈ ഒരു നിബന്ധനയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതനുസരിച്ച് മുൻഗണനാ കാർഡുകൾ കാർഡുകളിലുള്ള എല്ലാവരും തന്നെ, ഗൃഹനാഥൻ മാത്രമല്ല, ആ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളും തന്നെ ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട്. അവരുടെ ആധാർ ബന്ധിപ്പിക്കേണ്ടതുണ്ട്, റേഷൻ വിതരണവുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട്. എന്നാൽ ഈ സെർവർ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ റേഷൻ വിതരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത് സെർവറാണ്. പലപ്പോഴും സെർവർ തകരാർ കാരണം റേഷൻ വിതരണം തന്നെ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ 3 ദിവസം റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ട് ഇന്നും നാളെയും മറ്റന്നാളുമായി ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു മസ്റ്ററിംഗിന് വേണ്ടി 3 ദിവസം പ്രത്യേകമായി അനുവദിക്കുകയും ചെയ്തത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ പ്രായമായവർ ഉൾപ്പെടെ രാവിലെ തന്നെ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ സെർവർ തകരാർ, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ഇഷ്യൂ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് വന്നവരോട് തന്നെ ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം. എപ്പോഴാണ് എത്തിയത്? എന്താ പറയുന്നത്? എന്താ ഇപ്പം പറയുന്നത് ഇത് ശരിയായില്ലെന്ന്, മിഷ്യൻ ശരിയാകുന്നില്ല, വർക്കാവണില്ല, മിഷ്യൻ വർക്കാവണില്ല. രാവിലെ എത്തിയതാണോ? 7:30 ആയപ്പം വന്നിടാ ഇവിടെ കയറി ഇരിക്കുകയാണ്. വെള്ളം പോലും കുടിച്ച് ഇതുവരെ ഒന്നും നടന്നില്ലല്ലേ? എന്തരോകളെ ഇതുവരെ ഒന്നും ഒരു അറുമ്പാതും ഇല്ലാതെ ഇടാ ഇരിക്കുന്ന കറി. ഇത്തരത്തിൽ വിവിധ ജനങ്ങൾ, കാരണം പല ജോലിക്കൊക്കെ പോകേണ്ടവരാണ് ഇവർ, രാവിലെ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കി പോകാം എന്നുള്ളൊരു ധാരണയിൽ എത്തിയവരാണ്. രാവിലെ എത്തി, 7 മണിക്ക് എത്തി. ഒരു കാര്യം നടക്കുന്നില്ല. ഒരാളിനാണെങ്കിൽ സുഖമില്ലാതെ ഇവിടെ നമ്മളെടുത്ത് അങ്ങോട്ട് മാറ്റിയത്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ കൊണ്ട്, പക്ഷെ എന്നാലും അവർക്ക് സുഖമില്ല. ഒരു കാര്യവും നടക്കണില്ല. ഇതിപ്പോൾ എപ്പോഴാവുമെന്നോ ഒന്നും അറിഞ്ഞൂടാ. ഇന്നും വന്ന്, ഇനിയിപ്പോൾ നാളെ വരാനാണ് പറയണത്, വന്ന് നോക്കായി. ശരിയാവുമെന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് ഇതിന്റെ ഒരു പ്രധാന കാരണം? ഇല്ല, സെർവർ ഇഷ്യൂ ആണ്. ടെക്നിക്കൽ എററാന്ന് കാണിക്കുന്നത്. രാവിലെ ഇതുവരെ ഒരു കാർഡും ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്രിസ്റ്റീന, ഇത് തന്നെയാണ് കാരണം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ഇപ്പോൾ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുന്നു. സെർവർ തകരാർ തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണമായി റേഷൻ വ്യാപാരികൾ പറയുന്നത്. ഇപ്പോഴത്തെ സെർവർ മാറ്റാതെ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നും റേഷൻ കടയുടമകൾ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങളെ വലിയ തരത്തിൽ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് ഈ ഒരു സെർവർ തകരാറ്. മസ്റ്ററിംഗിന് വേണ്ടി 3 ദിവസം പ്രത്യേകമായി അനുവദിച്ചിട്ട് പോലും ഇത് നടത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. റേഷൻ വിതരണം പൂർണ്ണമായി ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി കൂടാരപ്പുര, കോഴിക്കോട് നിന്ന് സമീർ C മുഹമ്മദ് കൂടെയുണ്ട്. സമീർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അത് കൃത്യമായ പ്ലാനിങ്, നേരത്തെ തന്നെ ഇതിന് എറർ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടായിരിക്കണ്ടേ ചെയ്യാൻ? കാരണം നമ്മൾ ഈ കാണുന്നതിൽ കൂടുതലും പ്രായമായ ആൾക്കാരാണ്. ഇത്രയും രാവിലെ തന്നെ അവരവിടെ വന്ന് ഇരിക്കുക, പലരും വെള്ളവും ഭക്ഷണവും ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നതുകൊണ്ട് ചോദിച്ചു പോകുന്നതാണ്. അവിടുത്തെ അവസ്ഥ എന്താണ്? ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന. തീർച്ചയായും അത്തരം തിരുവനന്തപുരത്തുണ്ടായ അതേ സാഹചര്യങ്ങൾ തന്നെയാണ് കോഴിക്കോട് കൂടാരപ്പുഴയിലും ഉള്ളത്. നിരവധി പേരാണ് രാവിലെ മുതൽ തന്നെ റേഷൻ കടകളിലേക്ക് എത്തുകയും പിന്നീട് പോസ്റ്റ് മെഷീൻ അത് പണിമുടക്കിയ സാഹചര്യത്തിൽ മടങ്ങിപ്പോവുകയും ചെയ്തത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇവിടെയും സമാനമായ രീതിയിൽ തന്നെയാണ്. നിരവധി പേർ ഇപ്പോൾ കാത്തു നിൽക്കുന്നുണ്ട്. വലിയ ഒരു വിഭാഗം പേർ ഈ മെഷീൻ പണിമുടക്കിയ സാഹചര്യത്തിൽ മടങ്ങിപ്പോയി. ഇതിന്റെ ലൈസൻസി M നസീർ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ? അത് മുന്നോട്ട് പോകുന്നുണ്ടോ? ആളുകൾക്ക് വന്ന് മടങ്ങിപ്പോകുന്നു? രാവിലെ 7:45 തുറന്ന കട. സാധാരണ തുറക്കുന്നതിനേക്കാൾ വളരെ നേരത്തെ. എന്താണെന്ന് വെച്ചാൽ മസ്റ്ററിംഗ് വളരെ ഭംഗിയായി നടക്കാനും ആളുകളെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും വേണ്ടി.
എന്നിട്ട് ഇതുവരെ ഒരു കാർഡ് വെക്കാൻ കഴിഞ്ഞില്ല. ഇവരെല്ലാം ഓരോരാളും ഒരു ജോലി ഒഴിവാക്കി വരിക മുഴുവൻ ആളുകളും. ഇവരെല്ലാം ഇവർക്ക് കാർഡ് കൈവച്ച് നടക്കണ്ടേ, മിഷൻ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ അന്വേഷണം പറഞ്ഞു കേരളത്തിൽ എവിടെയും വർക്ക് ചെയ്യുന്നില്ല. ഇതെന്താ റേഷൻ കടക്കാരൻ ചെയ്യുക? നാളെയും വർക്ക് ചെയ്യണം, മറ്റന്നാളും വർക്ക് ചെയ്യണം, എന്നിട്ട് ഒരു കാര്യമില്ല. ആധാർ കാർഡ് വരുന്നില്ല. ഇയാള് ഏട്ടനും അഞ്ചനും അമ്മയൊക്കെ ജോലി ഒഴിവാക്കി വന്ന അത് സങ്കടമല്ലേ? ഒരു ദിവസം പണി പോകാന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിമുട്ടല്ലേ? മെഷീനിൽ എന്താണ് കാണിക്കുന്നത്? മിഷനിൽ എന്താ റസീദ് എന്താ കാണിക്കുന്നത്? ഇത് ഒരു പരിപാടി. ഹരിദാസ് എനിക്ക് കയ്യൊക്കെ സെർവർ തകരാറാണ് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. അതിനാൽ തന്നെ വന്നവരെല്ലാം തന്നെ ഏറെ സമയമായി കൊണ്ട് വന്ന് ഒരുപാട് പേർ മടങ്ങിപ്പോയി. അമ്മച്ചി എപ്പോഴാണ് ഇവിടെ എത്തിയത്? ഞങ്ങൾ 7 മണിക്ക് എത്തിയിട്ടുണ്ട്. പണിയൊക്കെ ഒഴിവാക്കിയിട്ട് വന്നതാ. അപ്പൊ അങ്ങനെ ആയാലും എങ്ങനെയാ ശരിയാവോ? ഏതായാലും വലിയ ഒരു പ്രതിസന്ധിയിലാണ് ആളുകളെല്ലാം തന്നെ ഉള്ളത്. ജോലിയൊക്കെ ഉപേക്ഷിച്ച് ഇന്ന് ഇതിനു വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ടവരാണ്. പക്ഷേ നടപടിയൊന്നും ഉണ്ടാകുന്നില്ല. അവരെല്ലാം തന്നെ കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സമീർ സി മുഹമ്മദാണ് കൂടുതൽ വിവരങ്ങളുമായി കൂടാരപ്പുരയിൽ നിന്നും ചേർന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലും നമ്മൾ കണ്ട ഒരു കാര്യം, പ്രായമായവരാണ് അവിടെ വന്നിട്ടുള്ളത്. പല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്. കാരണം ഇത്രയും സ്ട്രിക്റ്റ് ആകുമ്പോൾ കാര്യങ്ങൾ, നിയമപരമായി തന്നെയുള്ള കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ അവർക്കത് എടുക്കാതെ വയ്യ. പക്ഷെ ഒരു ദിവസത്തെ ജോലി മുഴുവനും കളഞ്ഞും ഒക്കെ വന്നിരിക്കുന്നവരാണ്. അവർക്ക് നമ്മൾ ഇപ്പോൾ ഒരുപാട് പ്രായമുള്ളവരെ കണ്ട്, എനിക്ക് അവസാനം കണ്ട ആ ചാക്കിനിടയിലിരിക്കുന്ന ആ അമ്മ ജോലി പോലും കളഞ്ഞ് വരുന്ന പല ആൾക്കാർ, അവരെ വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ, ഒരു കാര്യം നടപ്പാക്കുമ്പോൾ അതെങ്ങനെ എറർ ഫ്രീ ആയിട്ട്, അതായത് ഇതുപോലെ കൃത്യത ഇല്ലാതെ ചെയ്യാം എന്നതിൽ നമ്മളെ സാങ്കേതിക വിദ്യയിലൊക്കെ ഇത്രയും പുരോഗമിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പൈലറ്റ്, അതായത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതൊന്ന് എന്താ പറയുന്നത്, ട്രൈ ചെയ്ത് നോക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എല്ലാവരുടെയും സമയത്തിനൊക്കെ വിലയുണ്ടല്ലോ, ഓരോ മിനിറ്റും വില പിടിച്ചതാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഒരു ദിവസത്തെ വേതനം അവരുടെ നഷ്ടപ്പെടും. ഇനി ഒരു ദിവസം കൂടി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കഷ്ടമാണ്. തീർച്ചയായിട്ടും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടട്ടെ. നമ്മൾ അതാണ് ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ.